അമേരിക്കയിലെ അതിഭയാനകവും മൃഗീയവുമായ കൊലയാളി. വിചിത്രമായ കൊലപാതക രീതി. FBI-യുടെ ഏറ്റവും അപകടകാരിയായ ക്രിമിനലുകളുടെ പട്ടികയിൽപ്പെട്ട കൊലയാളി ഗാരി റേ ബൗൾ. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തദാഹിയായ കൊലയാളിയായ ഗാരി റേ ബൗൾസിന്റെ കുറ്റകൃത്യ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ 13-ാം വയസ്സിൽ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച രണ്ടാനച്ഛനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചായിരുന്നു. ചരിത്രം ഒരിക്കലും ആവർത്തിക്കില്ല എന്ന പഴമൊഴിയാണ് ബൗൾസ് തിരുത്തിയത്. ഗാരി റിഡ്വേ, റെഡ് ബണ്ടി, ജോൺ വെയിൻ, ഹെയ്സി എന്നിങ്ങനെ US-ന്റെ ചരിത്രത്തിലെ അതിഭീകരമായ പരമ്പര കൊലയാളികളുടെ നിരയിലാണ് ബൗൾസിന്റെയും സ്ഥാനം. 8 മാസത്തിനിടെ 6 കൊലപാതകങ്ങൾ. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകിട്ട് 6-ന് അതിഭീകരനായ കൊലയാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. രാജ്യം സ്പോൺസർ ചെയ്യുന്ന അരും കൊലയാണ് വധശിക്ഷയെന്നും ഗാരി റേ ചെയ്ത കൊലകളെ ന്യായീകരിക്കുന്നില്ലെങ്കിലും വധശിക്ഷ ഒഴിവാക്കണമെന്നുമാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ ഓഗസ്റ്റ് 13-ന് ഫ്ലോറിഡയിലെ സുപ്രീം കോടതി ഗാരി റേയുടെ അപ്പീൽ തള്ളിയതോടെ വധശിക്ഷയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. അമേരിക്കയിലെ അതിഭയാനകവും മൃഗീയവുമായ കൊലയാളികളിൽ ഒരാളായ ഗാരി സ്ട്രാച്ച് മരിച്ച 58 വർഷം കഴിഞ്ഞിട്ടും അയാൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു പേടി സ്വപ്നമാണ്. അതിനേക്കാൾ ഭയാനകമാണ് ഗാരി റേ ബൗൾസിന്റെ രീതികൾ. FBI-യുടെ ഏറ്റവും അപകടകാരിയായ ക്രിമിനലുകളുടെ പട്ടികയിൽ ഗാരി ഇടം പിടിച്ചിരുന്നു. ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കൊലയാളി എന്നായിരുന്നു ഗാരി റേയെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. 8 കാലി ഇരകളെ വേട്ടയാടുന്നത് പോലെ ഗാരി തന്റെ ഇരകൾക്കായി കാത്തിരുന്നു. വന്യമൃഗത്തെ പോലെ ഇരകൾക്ക് മേൽ ചാടി വീണു. അവസാന ശ്വാസത്തിനായി നിലവിളിക്കുന്ന ഇരകളുടെ വായിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം അയാൾ തിരികെ കയറ്റുകയുണ്ടായി. ഇരകളുടെ വായിൽ നിന്ന് ടവൽ, ടോയ്ലറ്റ് പേപ്പറുകൾ, മഞ്ഞുകട്ടകൾ, ചെളി എന്നിവ പോലീസ് കണ്ടെത്തിയിരുന്നു. കുഞ്ഞിലെ മദ്യപാനിയും അതിക്രൂരനുമായിരുന്ന രണ്ടാനച്ഛൻ ഗാരിയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. മൂത്ത സഹോദരങ്ങളും കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു. 13-ാം വയസ്സിൽ രണ്ടാനച്ഛനെ മാരകമായി മുറിവേൽപ്പിച്ചാണ് അന്നുവരെ ശരീരത്തിലും മനസ്സിലും ഏറ്റ മുറിവുകൾ ആ ബാലൻ പ്രതികാരം ചെയ്തു തീർത്തത്. അമ്മ ആ വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് മനസ്സിലായതോടെ 13-ാം വയസ്സിൽ ഗാരി നാടുവിട്ടു. സ്ത്രീകളെ പോലെ വേഷം ധരിച്ച വേശ്യാവൃത്തി നടത്തിയാണ് പിന്നീട് ജീവിതം തള്ളി നീക്കിയത്. 1982-ൽ പെൺസുഹൃത്തിനെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും അറസ്റ്റിലായി. 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ബൗൾസ് ഒരു വൃദ്ധയിൽ നിന്നും പണം അപഹരിച്ച കേസിൽ വീണ്ടും ജയിലിലായി. അന്ന് 4 വർഷം തടവാണ് ലഭിച്ചത്. ജയിലിൽ അധികാരികളുടെ പ്രീതിക്ക് പാത്രമായതോടെ ശിക്ഷയിൽ ഇളവ് ലഭിച്ചു. 2 വർഷത്തിന് ശേഷം മോചിതനായി. പിന്നീട് അഭയം നൽകിയ 59-കാരനെയും ഡെഡോണ ബീച്ചിനടുത്ത് താമസമാക്കിയ ജോൺ ഹാർഡി ബ്രൂട്ട്സ് എന്നയാളെയുമായിരുന്നു ഗാരി റേ ആദ്യമായി കൊലപ്പെടുത്തിയത്. പണത്തിനു വേണ്ടി അടിച്ചും ശ്വാസം മുട്ടിച്ചും 1994 മാർച്ച് 14-നാണ് ജോൺ ബോൾസിനെ ഗാരി കൊലപ്പെടുത്തുന്നത്. മേരിലാൻഡ്, ഫ്ലോറിഡ എന്നിവിടങ്ങളിലും ജോർജിയയിൽ 2 നടന്ന കൊലപാതകങ്ങളിലും ഗാരിക്ക് പങ്കുണ്ടെന്ന് പിന്നീട് തെളിഞ്ഞു. സെക്സും ജോലിയും പണവുമെല്ലാം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഇരകളെ പിടികൂടുന്നത്. അമിത മദ്യപാനാസക്തി പ്രകടിപ്പിച്ചിരുന്ന ഇയാൾ സ്വർഗ അനുരാഗികളെയാണ് നോട്ടമിട്ടിരുന്നത്. 1994 നവംബർ 17-നായിരുന്നു അവസാനത്തെ കൊലപാതകം നടന്നത്. തെളിവുകൾ നശിപ്പിക്കാനും ശിക്ഷയിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടാനും മിടുക്കുള്ള ഗാരിയെ അമിത ആത്മവിശ്വാസമാണ് കുടുക്കിയത്. ഗാരിയുടെ അവസാന ഇരയായ വാൾട്ടർ ഹിൽഡൻ അതിഭീകരമായാണ് കൊല ചെയ്യപ്പെട്ടത്. ഒരു പകലും രാത്രിയും തുടർച്ചയായി ഹിൽട്ടനൊപ്പം മദ്യപിച്ച ശേഷം 40 പൗണ്ട് തൂക്കം വരുന്ന ഭീമൻ കല്ല് ഉരുട്ടി ഹിൽട്ടന്റെ മുഖത്തേക്ക് ഇടുകയായിരുന്നു. തിമോത്തി എന്ന പേരുള്ള ഒരാൾ ഹിൽട്ടനൊപ്പം താമസിച്ചിരുന്നതായി ഹിൽട്ടന്റെ സഹോദരി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ ഏറെ നിർണായകമായത്. തിമോത്തി എന്ന പേരിലായിരുന്നു ഗാരി അവിടെ കഴിഞ്ഞിരുന്നത്. ഹിൽട്ടന്റെ കൊലപാതകത്തോടെ തെളിയാതെ കിടന്ന 5 കൊലപാതകങ്ങൾ കൂടി തെളിഞ്ഞു. ഇരകളെ വലവീശി പിടിച്ച് കൊല നടത്തുകയായിരുന്നുവെന്ന് ഗാരി റേ സമ്മതിച്ചു. 1996-ൽ തന്നെ സുപ്രീം കോടതി ഗാരിക്ക് വധശിക്ഷ വിധിച്ചുവെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളും അപ്പീലുകളും വിധി നടപ്പിലാക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗാരിയെ തൂക്കിലേറ്റാനുള്ള നടപടികളാണ് നടന്നു വരുന്നത്.